എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയല്ലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ തന്റെ ഗൂഢതന്ത്രങ്ങളൊക്കെ മനയുവാണ്. അപ്പൊ വളകാപ്പ് ചടങ്ങ് നടത്താൻ പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നവ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഈ ഗർഭം അലസിപ്പോയെന്നെങ്ങാനും പറഞ്ഞാലോ, പക്ഷെ അത് വിശ്വസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നേ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ മനയാണ്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് നയനയുടെ അടുത്ത് എന്നിട്ട് ആദർശ് സത്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നയന എങ്ങോട്ടാ പോയത്? എന്തിനു വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോയത്? അതോ ക്ഷേത്രത്തിലേക്ക് തന്നെയാണോ? മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടോ മനസ്സിൽ നിന്ന്? അപ്പൊ അതിനു വേണ്ടിയിട്ട് നയനയുടെ പുറകെ നടക്കുവാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നൊക്കെ തന്നെയാണെങ്കിലും വളകാപ്പ് ചടങ്ങ് നടക്കാൻ പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നവ്യ ആകപ്പാടെ പെട്ടു. നവ്യക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്റെ ഭഗവാൻ, ഇനിയിപ്പോ എന്ത് ചെയ്യും? തന്റെ വയറ്റിലൊരു കുഞ്ഞില്ലാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ആ സെക്കൻഡിൽ തന്നെ ഇറക്കി വിടും. ഇത്രയും കാലം ചതിക്കുവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനായിരിക്കും ആദ്യം തന്നെ അടിച്ചിറക്കുന്നത്. പിന്നീട് ഇവിടുത്തെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല, ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നവ്യ ഓർത്തു, ഇനിയിപ്പം ഡോക്ടറെ കൊണ്ട് പറയിച്ചാലോ, കുഞ്ഞ് അലസിപ്പോയെന്നെങ്ങനെ. പക്ഷെ അതിൻ്റെ ഒരു കാരണം വേണം. അതെങ്ങനെ? നവ്യ പിന്നീട് ചെന്നിട്ട് റൂമിലേക്ക് എന്നിട്ട് അവിടെ കുറച്ച് ഗുളികകളൊക്കെ ഇരിപ്പുണ്ട്. ഈ ഗുളികകളെല്ലാം കൂടെ എടുത്ത് കഴിച്ചാലോ എന്തെങ്കിലും സംഭവിക്കായിരിക്കും. പക്ഷെ വേണ്ട, ശരിയാകത്തില്ല. തൻ്റെ ജീവന് വല്ല അപകടം ഉണ്ടായാലോ, അത് വേണ്ട. റിസ്ക് ഉള്ള പരിപാടിയാ. പിന്നെ എന്തൊരു തന്ത്രം എടുക്കുന്നേ? ഒരു കാര്യം ചെയ്യാം, ഒരു വഴിയുണ്ട്. സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതുക്കെ വീണ ഉരുണ്ടുരുണ്ട് താഴേക്ക് പോവാ സ്റ്റെപ്പേ കൂടെ. അങ്ങനെ താഴെ ചെന്ന് വീണ് കഴിയുമ്പോഴത്തേനും ഗർഭം അലസിപ്പോയെന്ന് ഡോക്ടറെ കൊണ്ട് എങ്ങനെയും പറയിപ്പിക്കാം. അതേ ഒരു മാർഗ്ഗമുള്ളൂ, അല്ലാതെ വേറെന്താ ഒരു വഴിയിരിക്കുന്നേ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായിരിക്കും നവ്യയ്ക്ക്. അങ്ങനെ നവ്യ ആ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുമായിരുന്നു. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയന അടുക്കളയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആദർശം അങ്ങോട്ട് വന്നത്. ആദർശം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നയനോട് എങ്ങനെ സത്യങ്ങളൊക്കെ ചോദിച്ചറിയണം. ക്ഷേത്രത്തിലേക്ക് പോയത് എന്തിനാ, അതിന്റെ ആവശ്യം എന്തായിരുന്നൊക്കെ. പക്ഷെ നയനയോട് അങ്ങനെ ചോദിച്ചാൽ നയന പറയില്ലെന്നറിയാം. അവളെ പതുക്കെ സോപ്പിട്ടിട്ട കാര്യമുള്ളൂ. അപ്പൊ ആദർശം വന്നിരുന്നപ്പോ നയന മൈൻഡൊന്നും ചെയ്തില്ല. മൈൻഡ് ചെയ്താൽ നയന എന്ത് ചെയ്യുക, തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ആദർശമുണ്ട്, എന്താ നീ എന്നെ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത്? ഞാൻ വന്നിട്ട് നിനക്ക് എന്നെ ഒരു മതിപ്പില്ലോ എന്ന് ചോദിക്കുകയാണ്. ഞാനിതിനെ നിങ്ങളെ മൈൻഡ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ഹെൽപ്പും ചെയ്യണ്ട, അടുക്കളയിൽ നിന്ന് പോയി തന്നാൽ മാത്രം മതി, ഞാൻ എന്തേലും ഒന്ന് ചെയ്തോളാന്ന് പറയാണ്. ആദർശം പറഞ്ഞു, ഇങ്ങനെ ഒന്നും പറയരുത്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയട്ടെ. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലെന്ന് പറയാം. ഈ സമയത്താണ് നയനയുടെ ഫോൺ ബെല്ലടിച്ച്. നയനോട് എടുത്തു നോക്കിയപ്പോൾ നയനയുടെ ഫ്രണ്ടാ വിളിക്കുന്നത്. നയന പെട്ടെന്ന് കൊടുത്തിട്ട്, ഞാൻ ഹലോ പറഞ്ഞോളി, ഞാൻ നയനയാന്ന് പറയാണ്. പിന്നീട് അങ്ങനെ തലയ്ക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, ആണോ, ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കരുത്. നിന്റെ അമ്മായിയമ്മയും ഭർത്താവും നിനക്ക് ഒരു വിലയും തരുന്നില്ലെന്നോ, പീഡിപ്പിക്കുമെന്നോ? നീ എന്തിനാ ഇങ്ങനെ അതൊക്കെ കേട്ട് അവർ പറയുന്നതും കേട്ട് അവർ ചെയ്യുന്നതൊക്കെ സഹിച്ചിരിക്കുന്നത്? തിരിച്ച് പ്രതികരിക്കണം. നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. നമ്മളെ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ പൊളിച്ചെടുക്കുക ചെയ്യണ്ടേ. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അന്നേരം നീ പോലീസ് സ്റ്റേഷനിൽ പോയി കയറാൻ പറയാണ്. അല്ലെ ഇനിയിപ്പോൾ അതും പറ്റത്തില്ലെങ്കിൽ, കേസ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്, അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ പറയാ. എന്തിനാ അവരെ പോലെയുള്ള ഐറ്റംസ് ഒക്കെ വീട്ടിലിരിക്കണമെന്ന് ചോദിക്കുകയാണ്. നയനയുടെ ഈ സംസാരം എല്ലാം കേട്ടപ്പോൾ ആദർശം ആദ്യമായിട്ട് നയനയെ കാണുന്നവരെ നോക്കിക്കുക. അപ്പൊ നയന വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദർശത്ത്, എന്റെ ഭഗവാൻ, ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? താൻ തലനാരിഴിക്കാൻ രക്ഷപ്പെട്ടത്. ഡേഞ്ചറാ ഇവളുടെ അടുത്ത് നിൽക്കുന്നേ. ഇവൾക്ക് ദേഷ്യം വന്നിട്ടൊരു ഭദ്രകാളിയാന്നാ തോന്നുന്നേ. താൻ ഇവളെ സ്നേഹിക്കുന്നില്ല, തന്റെ അഭിനയവാദെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കും ഇവള്. ചിലപ്പോൾ വിഷം കൊടുത്ത് തന്നെ കൊല്ലും. മുമ്പുള്ളത് പറയാൻ ചെയ്തിട്ടുള്ളതാണ്. എന്റെ ദൈവമേ, അങ്ങനെയൊന്നും സംഭവിക്കരുത്. ഒരു കാരണവശാലും ഇവിടെ അറിയാൻ പാടില്ല. ആദർശത്തിലൊരു ഞെട്ടലുണ്ടാവും. ഫോൺ കട്ട് ചെയ്തപ്പോൾ ആദർശ് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നീ എന്താ നയനെ അങ്ങനെയൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞ്? വെറുതെ ആണേ പോലും അങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാണ്. നയന പറഞ്ഞു, വെറുതെ പറഞ്ഞെന്ന് ആരാ പറഞ്ഞേ? ഞാനതെല്ലാം കാര്യമായിട്ടോ പറഞ്ഞത് കാര്യം. ആരെയും നമ്മളങ്ങനെ ചതിക്കരുതെന്നൊക്കെ പറയാണ്. ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബലം എന്താണെന്നറിയോ? എൻ്റെ അടുത്ത് അങ്ങനെ വരയ്ക്കണോ ഒരു ചതി കാണിക്കുന്നത്? എൻ്റെ ഭർത്താവാണെപ്പോഴും ഞാൻ ക്ഷമിക്കില്ല. ആ സെക്കൻഡ് ഞാൻ തീർത്ത് കളയുമെന്ന് പറയാണ്. ആദർശ് വെച്ച് ഞാനാണെങ്കിലോ, നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും എനിക്കൊന്നും പ്രശ്നമില്ല, ഞാൻ മുഖം നോക്കില്ല എന്ന് പറയണേ. ആദർശിന് മനസ്സിലായി ഇവളോട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി പാളൂ എന്നുള്ള സത്യം. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ പാത്തും പതുങ്ങി മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. താഴെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ട്. ഇത് തന്നെ പറ്റിയ സമയം. അപ്പൊ എന്ത് ചെയ്യണം? പതുക്കെ സ്റ്റെയർ കേസിൽ നിന്ന് കാല് തെറ്റിയെന്ന് പോലെ ഉരുണ്ട് താഴേക്ക് വരണം. ആ ഒരു വരവോട് കൂടി എല്ലാം ക്ലിയർ ആവണം. ആ ഒരു ചിന്തയായിരുന്നു നവ്യയുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ സമയത്ത് അടുക്കളയിലായിരുന്ന
നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. നയനയും കൂടെ വരുമ്പോഴത്തേനും നവ്യം മോളിൽ നിന്ന് ഇങ്ങോട്ട് പതുക്കെ സ്റ്റെപ്പേന്ന് ഇങ്ങനെ കാല് വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്, പതുക്കെ ഉരുണ്ടുകൊണ്ട് താഴേക്ക് വരിക. ഈ സമയം മുത്തശ്ശി ആദ്യം കാണുന്നത്, അയ്യോ നവ്യ മോളെന്ന് പറഞ്ഞ് മുത്തശ്ശി ചാടിയേക്കുക. ജലജയം എല്ലാവരും കൂടെ ചാടി എഴുന്ന് നോക്കിയപ്പോഴത്തേനും നവ്യ എന്തേ ഉരുണ്ടുകൊണ്ട് താഴെ വന്ന് വീണ് കഴിഞ്ഞു. നവ്യയുടെ ഈ വീഴ്ചയെടുപ്പോൾ നയനെ ഓടി വരുന്നു, ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് താങ്ങി പിടിച്ച് എഴുന്നേപ്പിക്കുന്നൊക്കെ ഉണ്ട്. നവ്യയുടെ ഉള്ളിലെ ഉദ്ദേശം അതൊക്കെയായിരുന്നു. പക്ഷെ നയനയ്ക്ക് കാര്യം മനസ്സിലായി, ഇത് ചേച്ചിയുടെ അടവായിരിക്കും, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ചേച്ചി ചിലപ്പോൾ ഈ ഗർഭാലസി പോയെന്ന് പറഞ്ഞ് ഇവരെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുവാന്ന് തോന്നേ. പെട്ടെന്ന് നവ്യനെ കുലുക്കി വിളിക്കുകയാണ്. നവ്യയെ കുലുക്കി വിളിച്ചപ്പോൾ നവ്യ ബോധമില്ലാത്ത പോലെയൊക്കെ അഭിനയിക്കുകയാണ്. നയന ഇച്ചിരി വെള്ളം തളിച്ച് എല്ലാം ശരിയാവും തോന്നുന്നു പറയണം. പിന്നീട് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് എഴുന്നേൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. മുത്തശ്ശിക്കും എല്ലാവർക്കും ആകെപ്പാട് ടെൻഷനായിപ്പോയി. ഇതെന്ത് പറ്റിയെന്ന് ഓർത്ത് ഇനി കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, അങ്ങനെ ടെൻഷനായിരുന്നു. പിന്നീട് ഡോക്ടറെ വിളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയന് പറഞ്ഞേ ഡോക്ടറെ വിളിക്കേണ്ട ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു, പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നേ. ഇപ്പം ചേച്ചി ഓക്കെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു പറയാണ്. നവ്യാണ് പല്ലെറിമിയ നയനെ നോക്കുന്നേ. ഇവൾ ഈ സമയത്ത് എന്താ ഇങ്ങോട്ട് എഴുന്നള്ളിയത്, ഇവള് വന്നില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവള് വന്നോണ്ടാ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു, തൻ്റെ കള്ളത്തരം. അതാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നേ. അല്ലെങ്കിൽ എന്തേലും പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടായിരുന്നു. ഇതോടുകൂടി തൻ്റെ ഗർഭാലസി പോയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇവർ വിശ്വസിച്ചേനോ, ആ ഒരു ചിന്തയൊക്കെയായിരുന്നു നവ്യയുടെ ഉള്ളിലുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ജലജയുടെ അടുത്തേക്ക് ദേവേനെ ചെല്ലുവാണ്. ദേവേനെ എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്തൊക്കെ സംസാരമായിരുന്നു മുമ്പ് നീ നവ്യനെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നേ. എൻ്റെ പൊന്നു മോളാ, അങ്ങനെയാ ചക്കരയാ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ്ടേ അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഒരു മൈൻഡും ഇല്ല. അതിൻ്റെ അനുഭവം ഇപ്പോൾ കിട്ടിയേക്കുന്നേ. നീ അവളെ അവളുടെ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? അവൾ ഗർഭിണിയാന്നുള്ള പരിഗണനയെങ്കിലും അവൾക്ക് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ പരിഗണന അങ്ങോട്ട് കൊടുത്താലും മതി. ഇതാ ഞാൻ പറഞ്ഞ അന്ന് നീ നിന്റെ മോനും കാണിച്ച എല്ലാം അടവായിരുന്നുള്ള കാര്യം. അഭിയാണെ അവൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവളൊരു ശ്രദ്ധയും കൊടുക്കാതെ അവൾ തോന്നിയ ദിവസം നടക്കുന്നേ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത പോലും അവക്കില്ല. മുത്തശ്ശിയും വഴക്ക് പറയുന്നുണ്ടായിരുന്നു, നടക്കുമ്പോൾ നേരെ നോക്കി നടക്കണ്ടേ, കാല് തെറ്റി വീഴും, ആ ഒരു ചിന്ത പോലും ഇല്ല. സ്റ്റെയർ കേഴ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇറങ്ങണ്ടേന്ന് ചോദിച്ചു വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ദേവേനിക്ക് നല്ല ദേഷ്യം വന്നു. ഇതൊക്കെ ഇടം ജലജ പറഞ്ഞു, ഇതൊക്കെ അവളുടെ ചുമ്മാ അടവാന്നേ, അവള് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എനിക്ക് സംശയമുണ്ട്, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട്. ദേവേനു ഇതേ അനാവശ്യം പറയരുത് കേട്ടോ, നിനക്ക് സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ സ്നേഹമുള്ള തള്ളയായിരുന്നെങ്കിൽ നീ അവളെ ഇച്ചിരി അവളുടെ കാര്യങ്ങളും നോക്കൂലായിരുന്നോ? അവൾക്ക് ഇഷ്ടമുള്ള ആഹാരമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. ഇത് അതൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ അവളുടെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല ജലജെ. പിന്നെ നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് ദേവേനി. ഈ സമയത്തെല്ലാം നിന്ന് ഉരുകുവാണ് നയനയ്ക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. ഈ സമയത്ത് എന്തെങ്കിലും ഇനി പ്രഗ്നന്റ് അല്ലാന്നെങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെയായിരിക്കും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത്. പിന്നീട് ആയിരിക്കും ചേച്ചി താങ്കൾ രണ്ടും പുറത്താന്നുള്ള സത്യം അറിയാം. ഈ വീട്ടുകാർ ഒരിക്കലും ക്ഷമിക്കുകയല്ലെന്നറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിയുവാണ്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.